ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുട്ടാരൂസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ രീതിയിലുള്ള, അതായത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു പരിപ്പ് കുത്തിക്കാച്ചിലാണ്. ഇതിലേക്ക് പോകുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പരിപ്പ്, അതായത് ഒരു ബൗളിൽ കൊള്ളുന്ന തരത്തിലുള്ള പരിപ്പാണ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ഇതുപോലെ പരിപ്പ് വേവിച്ച് വെക്കാം. പിന്നെ ഒരു ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി രണ്ടും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ വേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുത്തുമുളക് ചേർത്ത് കൊടുക്കും. നമ്മൾ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കില്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കഷ്ടി ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കുത്തുമുളക് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ഇത്തിരി കുറവുണ്ട് കേട്ടോ, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിത് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വെളിച്ചെണ്ണ കൊടുക്കുക. ഞാൻ പൊതുവേ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ പോരാത്തന്നെ ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയം ഒന്ന് ഈ മുളകും കൂടി ഒന്ന് മൂത്ത് വരില്ലേ, കുത്തുമുളക്. ഈ സമയത്ത് നമുക്കൊരു നുള്ളെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടിയില്ലേ, സാധാ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നമുക്ക് ചിലർ കുത്തുമുളക് മാത്രം ചേർത്ത് കൊടുക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഞാനിവിടെ പൊതുവെ ഞാൻ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടി നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിക്കണ സമയത്ത് ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കില്ല. സാധാരണ നമ്മൾ പരിപ്പ് നേരത്തെ വേവിച്ച് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഉപ്പില്ല. അപ്പോൾ കാരണം കൊണ്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചിൽ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർ ഓക്കെ, ബൈ.